എല്ലാവർക്കും ചിഞ്ചു വ്ളോഗ്സിലേക്ക് സ്വാഗതം. ഞാൻ പ്രിയ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ ഒരു പച്ചില കൊണ്ടൊരു സ്ലറി തയ്യാറാക്കുന്നതാണ്. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. കുറേ പേര് ലൈക്ക് ചെയ്യുന്നില്ല, കമൻറ്റ് ഇടുന്നില്ല. അപ്പോൾ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നമ്മുടെ പച്ചില സ്ലറി നമ്മൾ എങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിൽ നമുക്ക് പ്രധാനമായിട്ട് വേണ്ടത് നമ്മുടെ ശീമക്കൊന്ന ഇല നമ്മൾ ഈ വേലി സൈഡിലൊക്കെ നിൽക്കുന്ന ശീമക്കൊന്നയുടെ ഇലയാണ് വേണ്ടത്. അപ്പോൾ ഇവിടെ എനിക്ക് ഇല കിട്ടാറില്ല, കാരണം എന്താ വെച്ചാൽ ഇന്ന് ഭയങ്കര മഴയാണ്. അപ്പം മഴയൊന്ന് ചെറുതായിട്ട് മാറി നിന്ന് ആ ഗ്യാപ്പിലാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ആ ഇല കിട്ടിയിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഞാൻ ഇല കാണിക്കുന്നില്ല. രണ്ടാമത് നമുക്ക് വേണ്ടത് നമ്മുടെ പപ്പായയുടെ ഇലയാട്ടോ. പപ്പായയുടെ ഇലയാണ് കേട്ടോ. ഈ ആര്യവേപ്പിൻ്റെ ഇല എനിക്കിവിടെ നമ്മുടെ ഇവിടെ ഇല്ല, അതുകൊണ്ട് തറവാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അപ്പോൾ കൊണ്ടുവന്നിട്ട് ഒരാഴ്ചയായി. ഞാനിത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടിരിക്കട്ടെ, നമ്മുടെ ആവശ്യത്തിന് മാത്രമേ എടുക്കുക എന്നതാണ്. അപ്പോൾ ഇതാണ് വേണ്ടത്. പിന്നെ നമുക്കിനി നമ്മുടെ കയ്യിൽ ഇത് 3 എണ്ണവും കൂടി നമുക്കൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ഇട്ട് നമുക്ക് തലേന്നത്തെ കഞ്ഞിവെള്ളത്തിലാട്ടോ ഇത് ചെയ്യുന്നത്. തലേന്നത്തെ കഞ്ഞിവെള്ളം നമ്മളെടുത്ത് വെച്ചിട്ട് ആ വെള്ളത്തിലോട്ട് നമ്മളിതൊന്ന് ഇട്ട് കൊടുക്കുക. ഇതൊന്ന് നികന്ന് കിടക്കുന്ന വിധത്തിൽ വെള്ളം ഒഴിക്കുക, ഒത്തിരി വെള്ളമൊന്നും വേണ്ട. പിന്നെ നമുക്കിതിൻ്റെ ഇട്ട് ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം കടലപ്പിണ്ണാക്കും കൂടെ വേണം. അപ്പം മറക്കല്ലേ, ഞാൻ കാണിക്കാൻ ആദ്യം ഞങ്ങൾ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാട്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മഴ പെയ്യുന്നുണ്ട്. അപ്പം പെട്ടെന്ന് വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ട് പോകാൻ വേണ്ടിയിട്ടാണ്. നാളത്തേക്ക് എനിക്ക് പനിയായിരിക്കും. അപ്പം നമ്മൾ ഒരു 100 ഗ്രാം വേപ്പിൻ പിണ്ണാക്കും 100 ഗ്രാം കടലപ്പിണ്ണാക്കും ഇത്രയും കൂടി 4ഉം കൂടെ കൂട്ടി നമുക്ക് ഈ 5 കൂട്ടവും കൂടി നല്ലപോലെ വെള്ളത്തിൽ പഴയ തലേന്നത്തെ കഞ്ഞിവെള്ളത്തിലാട്ടോ പറഞ്ഞു. മഴയതുകൊണ്ട് പെട്ടെന്ന് പറയുന്നുണ്ട്, തെറ്റിപ്പോന്ന്. തലേന്നത്തെ കഞ്ഞിവെള്ളത്തിൽ ഈ 5 കൂട്ടവും കൂടി ഇട്ട് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം. അതിനുശേഷം നമ്മൾ 5-ാമത്തെ ദിവസം അല്ലെങ്കിൽ പിന്നെ 7-ാമത്തെ ദിവസം ആണ് എടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ 5 ദിവസമായതാണ് നിങ്ങളെ കാണിക്കാം. ഇതെന്നും രാവിലെ നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നല്ലതുപോലെ മിക്സ് ചെയ്താൽ മാത്രമേ നമുക്കിതിൻ്റെ സത്തെല്ലാം ഇറങ്ങുകയുള്ളൂ. പിന്നെ നമ്മൾ കൊന്നച്ചപ്പം എന്ന് പറയുമ്പോൾ നല്ലപോലെ ധാരാളം നൈട്രജൻ അടങ്ങിയിട്ടുള്ളതാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ കപ്പളത്തിൻ്റെ ഇല, നമ്മുടെ പപ്പായയുടെ ഇല കേട്ടോ. കപ്പളം എന്ന് പറഞ്ഞാൽ ചിലർക്ക് അറിയില്ല, അതുകൊണ്ട് ആ പപ്പായയുടെ ഇലയും പിന്നെ നമ്മുടെ ആര്യവേപ്പിൻ്റെ ഇലയും. അപ്പോൾ നമ്മൾക്ക് നമ്മുടെ എല്ലാവിധ നമ്മുടെ ചെടിയുടെ ഒരു 198% നമ്മുടെ ചെടിയുടെ എല്ലാവിധ രോഗങ്ങൾക്കും ബെസ്റ്റാണിത്. അപ്പോൾ നമ്മൾ ഈ ചെറിയ ഇലകളിലുണ്ടാകുന്ന ചെറിയ ആ ഒരു പച്ച കളർ പുഴുവില്ലേ, ആ പുഴുവും നമ്മൾ പിന്നെ ചെറിയ ഇതിൻ്റെ പുഴുവിൻ്റെ മുട്ടകൾ അത് എല്ലാ സൈസ് കീടങ്ങളെയും മാറ്റാൻ, എല്ലാ കീടങ്ങളും തുടച്ചു മാറ്റുന്ന അപ്പോൾ ഇത് കണ്ടോ, നമ്മുടെ പച്ചില സ്ലറിയാണിത്. ഇതിപ്പോൾ 5-ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല ഒരു പച്ച നിറം കിട്ടും. നമ്മൾ ചിലയിടത്തൊക്കെ കാണത്തില്ലേ ചെടികൾ നല്ല പച്ച കളറിൽ നിൽക്കുന്നത്. അപ്പോൾ നമ്മുടെ ചെടിയെന്ന് പറഞ്ഞാൽ പച്ചക്കറികൾക്കും നമ്മുടെ ചെടികൾക്കും ഒഴിക്കാം. പക്ഷേ ഇതെങ്ങനെ ഒഴിക്കുന്നതെന്ന് ഞാൻ പറയാം. അത് നോക്കിയേ, ഇപ്പോൾ ഇതുപോലെ ആകണം, നല്ലതുപോലെ ഇലയെല്ലാം കണ്ടോ, അത് ഇതിൻ്റെ ഇതായിട്ടുണ്ട്. പിന്നെ ചെറിയൊരു സ്മെല്ലുണ്ടാകും കേട്ടോ, ഈ പച്ചിലകളല്ലേ. പിന്നെ ചാണകം വേണ്ടവർക്ക് പച്ചച്ചാണകം ഇതിൽ ചേർക്കാം. ഞാൻ പച്ചച്ചാണകം ചേർത്തിട്ടില്ല. നമ്മൾ ഇതിൽ നിന്ന് 1 ലിറ്റർ ആട്ടോ എടുക്കുന്നത്. 1 ലിറ്റർ വെള്ളം എടുത്ത് നമുക്ക് ഒന്ന് അരിച്ചെടുക്കും. 1 ലിറ്റർ വെള്ളം എടുത്ത് നമുക്കൊന്ന് അരിച്ചെടുത്തിട്ട് 1 ലിറ്റർ വെള്ളത്തിൽ നമ്മൾ 10 ലിറ്റർ വെള്ളമാട്ടോ ചേർക്കേണ്ടത്. അപ്പോൾ 1 ലിറ്ററിൽ നമുക്കൊരു 10 ലിറ്റർ വെള്ളം ചേർക്കണം, കണക്ക് തെറ്റിപ്പോവരുത്. ഏതാണ്ട് 10 ലിറ്റർ വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ 1 ലിറ്റർ വെള്ളത്തിൻ്റെ കൂടെ 10 ലിറ്റർ വെള്ളമാണ് ചേർക്കേണ്ടത്. എന്നുവെച്ച് നമുക്കിനി ഇത് ചെടിയുടെ ചുവട്ടിലോട്ട് തൊട്ടടുത്ത് ഒഴിച്ചു കൊടുക്കരുത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെ ഒഴിക്കുകയെന്ന്. പിന്നെ നമുക്ക് നമ്മുടെ ഇലകളിൽ നമുക്ക് സ്പ്രേ ചെയ്യാം. അത് 15 ലിറ്റർ വെള്ളമാട്ടോ എടുക്കേണ്ടത്. 1 ലിറ്ററിന് 15 ലിറ്റർ വെള്ളം എടുത്തതിന് ശേഷം മാത്രമേ സ്പ്രേ ചെയ്യാവൂ. ഒരു കാരണവശാലും 10 ലിറ്റർ ആക്കിയിട്ട് സ്പ്രേ ചെയ്യരുത്. ഇത് അത്രമാത്രം നല്ല ഡോസുള്ള മരുന്നാണ്. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യാവൂ. ചെടിയെല്ലാം നമ്മുടെ ഇതിലേക്ക് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ പച്ചക്കറികളിൽ സാധാരണഗതിയിൽ ഉള്ള എല്ലാവിധ കീടങ്ങളുടെയും ശല്യങ്ങളില്ലാതാകും. അപ്പോൾ നമുക്കിത് പയറിനും നമ്മുടെ എല്ലാവിധ ചെടികൾക്കും, പയറിന്, തക്കാളി, വഴുതന എല്ലാത്തിനും നമുക്കിത് ഉപയോഗപ്രദമാണ്. അപ്പോൾ നമുക്ക് ഒഴിച്ചു നോക്കാം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കണ്ടല്ലോ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് പച്ചിലകൾ കൊണ്ട് ഒരു സ്ലറി തയ്യാറാക്കുന്നതെന്ന്. അത് നമ്മുടെ പറമ്പിലുള്ള വെറും പച്ചിലകൾ മാത്രം വെച്ചിട്ട്, നമ്മുടെ ശീമക്കൊന്ന അല്ലാതെ മറ്റുള്ള പച്ചിലകളെല്ലാം കൂടി ചേർത്ത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ സ്ലറി തയ്യാറാക്കാവുന്നു, അത് നമ്മുടെ ചെടികൾക്ക് എത്രമാത്രം ഉപയോഗപ്രദമാകുമെന്നും നമുക്ക് കണ്ടല്ലോ. അപ്പോൾ നല്ലതുപോലെ തഴച്ച് വളരാനും കായ്ക്കാനും നല്ലതുപോലെ പൂക്കാനും എല്ലാം
നമുക്കപ്പോൾ എങ്ങനെയാണ് നമ്മുടെ പറമ്പിലുള്ള പച്ചിലകൾ കൊണ്ട് നമുക്കൊരു സ്ലറി തയ്യാറാക്കാമെന്ന് കണ്ട് 5 പൈസ നമുക്ക് മുടക്കില്ലാതെ നമ്മുടെ പറമ്പിലുള്ള പച്ചിലകൾ കൊണ്ട് തന്നെ യാതൊരു വിഷവും നമുക്ക് ചേർക്കാത്തത് ആയ പച്ചക്കറികൾ നമുക്ക് ഇഷ്ടംപോലെ പച്ചക്കറികൾ നമുക്ക് പറിച്ചെടുക്കാവുന്നതാണ്. അത് നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിക്കാം, പൂച്ചെടികൾക്കും ഒഴിക്കാം. നമ്മൾ 1 ലിറ്റർ പച്ചില സ്ലറിയിൽ നമ്മൾ 10 ലിറ്റർ വെള്ളം ചേർക്കാതെ ഒഴിക്കരുത്. പൂച്ചെടികൾക്ക് ഒഴിക്കുമ്പോൾ മറക്കരുത് 1 ലിറ്റർ മുതൽ 15 ലിറ്റർ വരെയാണ് ചേർക്കേണ്ടത്. 15 ലിറ്റർ വെള്ളം ചേർത്തതിന് ശേഷം മാത്രമേ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാവൂ, അല്ലെങ്കിൽ നമ്മുടെ ചെടി കരിഞ്ഞു പോകും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ഉപകാരപ്രദമായെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ ഞാനിടുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ കിട്ടണമെങ്കിൽ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ ആയിട്ടും സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ, സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾ അടുത്തൊരു ബെൽ ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. അപ്പോൾ ഞാനിടുന്ന വീഡിയോകൾ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമുക്കിനി നല്ലൊരു കൃഷിയെക്കുറിച്ചുള്ള നല്ലൊരു അറിവുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.